എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ ക്ലാസ്സുകളെല്ലാം ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പം ഇതിനു മുമ്പത്തെ നമ്മുടെ കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സസ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കൊരു ഉറപ്പ് വന്നിരുന്നു, LDC എക്സാമിന് മുമ്പ് ഈ LDC എക്സാമിന് 20 മാർക്കാണ് കറണ്ട് അഫയറിൽ നിന്ന് ചോദിക്കുന്നത്. ആ 20 മാർക്കും നിങ്ങൾക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള ക്ലാസ്സാണ് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളിത് പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൂടെ മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കേരളത്തിൽ ആദ്യം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ ആദ്യം എന്നുള്ള ഇതാണ്. അതായത് കഴിഞ്ഞ 2023, 2024 നമ്മളിപ്പം നമ്മളുടെ ഇടയിൽ കഴിഞ്ഞ് നടന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അത് കേരളത്തിൽ ആദ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു മാർക്ക് വളരെയധികം ഷുവറാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കേരളത്തിൽ ആദ്യം നമ്മുടെ ടോപ്പിക് ഇതാണ്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അപ്പം മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം. അപ്പം പഠിച്ചു വെച്ചോണേ, 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ സംവിധായകൻ ആരാണ്? ചിദംബരം S. പൊതുവാൾ. സംവിധാനം ആരാണ്? മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ചിദംബരം S. പൊതുവാൾ. അതുപോലെ തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാളം ചിത്രമായിരുന്നു നമുക്കറിയാം പുലിമുരുകന്. അതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അതാണ് അപ്പോൾ 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓർത്ത് വെച്ചോ, മഞ്ഞുമ്മൽ ബോയ്സ് 200 കോടി കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 200 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ചിദംബരം S. പൊതുവാൾ. സംവിധായകൻ്റെ പേരും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സംവിധാനം ആരാണ്? ചിദംബരം S. പൊതുവാൾ. ക്ലിയർ ആയി? അടുത്തത്, കാലുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിന് 4 വീലർ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച PSC നടത്തിയ ഒരു എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ആണ്. കഴിഞ്ഞ ആഴ്ച നടത്തിയ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനി റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, കാലുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിന് 4 വീലർ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ്. ഈ ജിലുമോൾ മാരിയറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ ഇച്ചിരി അല്പം വൈറലായാണ്. കാലും കൊണ്ടൊക്കെ വണ്ടി ഓടിക്കുന്നത്. അത് നിങ്ങൾ ആ വീഡിയോ മാക്സിമം കുറച്ച് പേരെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ട് മിക്കവാറുള്ളവരെല്ലാം കണ്ടിട്ടുള്ളതാണ് കാലും കൊണ്ട് വണ്ടി ഓടിക്കുന്നത്. ആ കുട്ടിക്ക് കൈയില്ല, അപ്പോൾ കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടികൾ കാലുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിന് 4 വീലർ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിതയാണ് ജിലുമോൾ മാരിയറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ചോദിച്ചതാണ്. അപ്പം ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പം പഠിച്ചു വെച്ചോ, ജിലുമോൾ മാരിയറ്റ്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടം. അപ്പം രാജ്യത്ത് ആദ്യമായി രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടം മണ്ഡലത്തിലെ MLA ആരാണ്? നമ്മുടെ ധർമ്മടം മണ്ഡലത്തിലെ MLA അത് നമ്മളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. നമ്മുടെ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് പ്രതിദാനം ചെയ്യുന്നത് MLA ആയിട്ട് ചെയ്യുന്നത്. ധർമ്മടം മണ്ഡലം കണ്ണൂരാണ് വരുന്നത്, കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടം മണ്ഡലം, കണ്ണൂർ. അടുത്തത്, കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിൻ്റെ വേദി ഏതാണ്? കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിൻ്റെ വേദി ചേർത്തലയാണ്. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിൻ്റെ വേദി ചേർത്തലയാണ്. ക്ലിയർ ആയേ? അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് പഠിച്ചു. OTTയുടെ ഫുൾ ഫോം എന്താ? ഓവർ ദ ടോപ്പ് എന്നാണ് OTTയുടെ ഫുൾ ഫോം വരുന്നത്. ഓവർ ദ ടോപ്പ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് OTTയുടെ ഫുൾ ഫോം എന്താണ്. OTTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്
ഓവർ ദ ടോപ്പ് എന്നാണ്. അതുപോലെ തന്നെ ഈ OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള നമുക്കറിയാം, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള OTT പ്ലാറ്റ്ഫോം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. നമ്മളതുവഴി സിനിമാസ് എല്ലാം കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന സർക്കാർ തന്നെ അതുപോലൊരു OTT പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പേരാണ് സി സ്പേസ്. അതായത് KSFDC, അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല നടത്തുന്നത്. സി സ്പേസ് അപ്പം ഒരുക്കുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പം ഉടനെ തന്നെ ഇതിനകത്തിൽ നിന്ന് നമുക്ക് സിനിമകൾ കാണാൻ സാധിക്കുന്നതാണ്. സി സ്പേസ് റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. സിനിമ സ്പേസ് ഞാൻ ഓർത്ത് വെച്ചോ, സി സ്പേസ് ഓർത്ത് വെച്ചോ. അടുത്തത്, ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരം ഏതാണ്? കൊച്ചി. നമ്മുടെ കൊച്ചിയാണ് ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമെന്ന് പറയുന്നത് കൊച്ചിയാണ്. അപ്പോൾ ഓർത്ത് പഠിച്ചു വെച്ചോ, ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരം ഏതാണ്? കൊച്ചിയാണ്. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ, കോഴിക്കോട്. അപ്പം സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ, കോഴിക്കോട് ജില്ലയിലെ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്തത്, കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വയനാടാണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ്, എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരള സംസ്ഥാനം, നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലാണ് ഇത് പുറത്തിറക്കിയത്. അടുത്തത്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്. അപ്പം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം, അപ്പോൾ ഇതാണ് ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. അടുത്തത്, രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. അപ്പോൾ നമുക്കറിയാം, വയനാട് കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഓർത്തു വെക്കാം. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ്? വയനാട് ജില്ലയിലാണ്. ക്ലിയറായി? അടുത്തത്, ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? നന്ദിയോട്, വാമനപുരം, തിരുവനന്തപുരത്താണ്. അപ്പോൾ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോടാണ്. ആദ്യ കൂൺ ഗ്രാമം. അപ്പം നന്ദിയോടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ കൂൺ ഗ്രാമം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തുവന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. എന്താ കൂൺ ഗ്രാമം എന്ന്? കൂൺ നടുന്നതാണോ, എന്ത് കൂൺ കൃഷിയെക്കുറിച്ചാണെന്ന് നമുക്കറിയില്ല. അപ്പം ആ നന്ദിയോടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതെന്താണെന്നൊന്ന് പറയുക. അപ്പം ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? നന്ദിയോട്, വാമനപുരം. അടുത്തത് നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? എലിക്കുളം, കോട്ടയം. അപ്പോൾ എന്താണ്? സംസ്ഥാനത്ത് റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത്. അപ്പം നമ്മുടെ കേരളത്തിൽ റോബോട്ടിൻ്റെ സേവനം ആദ്യമായിട്ട് നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്തുണ്ട്. ആ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം. കോട്ടയം ജില്ലയിലെ എലിക്കുളത്താണ് റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്നത്. ആ റോബോട്ടിൻ്റെ പേരെന്താണ്? എലീന. എലിക്കുളത്തുള്ള റോബോട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ഓർത്ത് വെച്ചോ, എലീന. അപ്പോൾ എലിക്കുളത്തുള്ള റോബോട്ട് ആയതുകൊണ്ട് തന്നെ എലീന എന്ന് ഓർത്ത് വെച്ചോ. അപ്പം എലിക്കുളം എന്തിനാണ് ഫേമസ് ആയത്? എലീന എവിടുത്തുകാരിയാണ്? എലിക്കുളത്തുകാരിയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, സംസ്ഥാനത്ത് റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം, കോട്ടയം ജില്ലയിലെ എലിക്കുളം. ആ എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ആ റോബോട്ടിൻ്റെ പേരെന്താണ്? എലീന. ക്ലിയറായി? അടുത്തത്, സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പ് നിർമ്മിച്ച തുളസീവനം പദ്ധതി. തുളസീവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോന്നിയിലാണ്. സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പ് നിർമ്മിച്ച തുളസീവനം സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്,
കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം വരുന്നത് കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം വരുന്നത് കുളത്തൂപ്പുഴയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ബീച്ച് എക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് പുന്നപ്രയിലാണ്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് കേരളത്തിലെ ആദ്യ ബീച്ച് എക്കോ ടൂറിസം പദ്ധതി വരുന്നത്. ക്ലിയർ ആയേ? അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടം ഏതാണ്? അമേസ് 28 തിരുവനന്തപുരം ജില്ലയിലെ ആണ് അത് വരുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ 3D പ്രിൻറ്റിംഗ് ഇത് ഓർത്ത് വെച്ചോണ്ട് 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടമാണ് അമേസ് 28. നമ്മൾ ചില 3D പ്രിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് ചോദിക്കുന്നത്? ഓ വാ അമേസിംഗ് എന്നല്ലേ പറയുന്നത്. അത് വെച്ചങ്ങ് ഓർത്ത് വെച്ചോ, അമേസ് ആണ്. അപ്പോൾ 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടമാണ് അമേസ് 28. അപ്പോൾ നമ്മളൊരു 3D പ്രിൻറ്റിങ് 3D വാട്ട് പേപ്പറോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ വാട്ട് അമേസിംഗ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ അമേസിംഗ് എന്നുള്ളതിൻ്റെ അമേസ് എന്ന് അങ്ങ് ഓർത്ത് വെച്ചോ. അമേസ് എന്ന് ഓർത്ത് വെച്ചോ, അതിൻ്റെ കൂടെ തന്നെ ഒരു 28 കൂടെ അങ്ങ് ഓർത്ത് വെച്ചോ, അമേസ് 28. അപ്പം അമേസ് 28 ഇത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് ഈ കെട്ടിടം ഉള്ളത്. അമേസ് 28 ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നുകൂടെ പറയാം, 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടമാണ് അമേസ് 28 തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ വളരെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഷെൻ ഹുവ 15, ഷെൻ ഹുവ 15. അപ്പോൾ ഓർത്ത് വെച്ചോ, ഷെൻ ഹുവ 15 അതൊരു ചൈന കപ്പലാണെന്ന് തോന്നുന്നു, പേര് കേട്ടിടത്തോളം. അപ്പോൾ ചൈനീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറോ. അപ്പം ആദ്യം എത്തിയത് ഷെൻഹുവ 15, രണ്ടാമത് എത്തിയത് ഷെൻഹുവ 29. അപ്പോൾ ഈ നമ്പറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും കറണ്ട് അഫെയറിലെ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതൽ. അപ്പം ഓർത്ത് വെച്ചോ, നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിൻ്റെ പേരെന്താണ്? ഷെൻഹുവ 15, ഷെൻഹുവ 15. രണ്ടാമതെത്തിയത് ഷെൻഹുവ 29, ഷെൻഹുവ 29. അപ്പം ഓർത്ത് വെച്ചാൽ ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ. അടുത്തത് രണ്ടാമതെത്തിയത് ഷെൻഹുവ 29. ക്ലിയർ ആയേ? അടുത്തത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരളത്തിലെ ആദ്യത്തെ യൂണിറ്റി മാൾ നിലവിൽ വരുന്നത് എവിടെയാണ്? ടെക്നോ പാർക്കിലാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരളത്തിലെ ആദ്യത്തെ യൂണിറ്റി മാൾ നിലവിൽ വരുന്നത് എവിടെയാണ്? ടെക്നോ പാർക്ക് തിരുവനന്തപുരം. അടുത്തത് രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ. ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ് രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാട്ടിലാണ്. അടുത്തത് കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്താണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നത്. ഗസൽ ഗായകനായ ഉമ്പായിയുടെ പേരാണ് അക്കാദമിക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ഗസൽ പാട്ടുകളൊക്കെ കേൾക്കുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഗസൽ ഗായകൻ ഉമ്പായിയുടെ പാട്ടൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഗസൽ ഗായകൻ ഉമ്പായിയുടെ പേരാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമിക്ക് നൽകിയ പേര്. അതുപോലെ തന്നെ അത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് ഏതാണ്? ശംഖുമുഖത്താണ്. ഇതും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ശംഖുമുഖം തിരുവനന്തപുരത്താണ് ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ആദ്യ ജില്ലയാണ് വയനാട്. അപ്പോൾ വയനാടുമായിട്ട് ബന്ധപ്പെട്ട 3 പോയിൻറ്റ്സ് നമ്മളിപ്പം പറഞ്ഞിരുന്നു ഈ വീഡിയോ തന്നെ. അപ്പോൾ വയനാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്?
വയനാടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് നമ്മുടെ വയനാട്. ക്ലിയറായി. അടുത്തത്, കേരളത്തിൽ ആദ്യമായി കുങ്കുമപ്പൂവ് വിൽപ്പനയ്ക്കായി വിളവെടുത്തത് എവിടെയാണ്? കാന്തല്ലൂർ, ഇടുക്കി. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിൽ ആദ്യമായി കുങ്കുമപ്പൂവ് വിൽപ്പനയ്ക്കായി വിളവെടുത്തത് കാന്തല്ലൂരാണ്, ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ചക്കിട്ടപ്പാറ, കോഴിക്കോട്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കേരളത്തിൽ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ചക്കിട്ടപ്പാറ, കോഴിക്കോട്. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. രാജ്യത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി വരുന്നത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം, കോഴിക്കോടാണ്. അപ്പോൾ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട്. എന്താണ് പ്രത്യേകത? നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ് ഈ നമ്മുടെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം, കോഴിക്കോട് ജില്ലയിലെ വരുന്നത്. അപ്പം എന്താണ് ഈ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറയുന്നത്? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന ആശുപത്രികളെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ് നമ്മുടെ ഈ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം, കോഴിക്കോട് ജില്ലയിലെ. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, രാജ്യത്തിലാദ്യമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഇതും ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അടുത്തത്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറയാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. അതായത് നമ്മുടെ ചക്കിട്ടപ്പാറ വേറെന്ത് ഇതിലാണ് പ്രസിദ്ധമായത്? ചക്കിട്ടപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ചക്കിട്ടപ്പാറയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്തും നമ്മുടെ ചക്കിട്ടപ്പാറയിലാണ്. അപ്പം ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? സുരക്ഷാ ചക്ര പദ്ധതിയിലൂടെയാണ് ചക്കിട്ടപ്പാറ ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ചക്കിട്ടപ്പാറയ്ക്ക് സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് നേട്ടം ലഭിച്ചത് എങ്ങനെയാണ്? സുരക്ഷാ ചക്ര പദ്ധതിയിലൂടെയാണ് ചക്കിട്ടപ്പാറ ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ക്ലിയറായ. അതുപോലെ തന്നെ ഇത് ഓർത്തു വെച്ചോ, രാജ്യത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം, കോഴിക്കോട്. അതുപോലെ തന്നെ രാജ്യത്തിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ, കോഴിക്കോട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കേരളത്തിൽ ആദ്യം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന പോയിൻറ്റ്സ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ പോയിൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു അടുത്ത ക്ലാസ്സിലായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ആയി. അപ്പോൾ അടുത്ത ക്ലാസ്സിലായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ, ക്ലാസ് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഇത് ചെയ്തിടുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ കറണ്ട് അഫെയറിനൊക്കെ നോക്കി നടക്കുന്ന കൂട്ടുകാരൊക്കെ കാണും പഠിക്കാനൊക്കെ ഇരിക്കുന്നത്. ആ കൂട്ടുകാർക്ക് നമ്മളെ മാക്സിമം ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറണ്ട് അഫെയർ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരും. ടെലഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് അതിൽ കയറി ടെലഗ്രാം ചാനൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോൾസ്, അതുപോലെ നോട്ട്സ്, കാര്യങ്ങളെല്ലാം നമ്മൾ ഇടുന്നുണ്ട്. മാക്സിമം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതിലൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതും കമൻറ്റ് ബോക്സിൽ നിന്ന് പിൻ ചെയ്ത് തരാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി ഇൻബോക്സ് ചെയ്യാവുന്നതാണ്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പം മാക്സിമം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.